A+Group സ്വാഗതം. വളരെയേറെ ആളുകൾക്ക് ഗുണപ്പെടുന്ന ഒരു എപ്പിസോഡാണ്. ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ടതാണ്, കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ നിർമ്മാണങ്ങൾക്ക് നമുക്ക് പെർമിറ്റ് വേണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. തീർച്ചയായും എല്ലാവരും കാണുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരുപാട് പേർക്ക് ഗുണപ്പെടും. എല്ലാത്തിനും ഒന്നും പെർമിറ്റ് എടുക്കണ്ട. ചില കാര്യങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാതെയും നമുക്ക് ചില കൺസ്ട്രക്ഷൻ നടത്താം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഫയർ സേഫ്റ്റിയുടെയോ അല്ലെങ്കിൽ ജനറൽ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെയോ ലംഘനമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ടതായ ചില വർക്കുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ സേഫ്റ്റിയുടെ ആവശ്യമുള്ളതാണെങ്കിൽ അതിന് എന്തായാലും പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. അതേപോലെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ആവശ്യകതകൾ ബിൽഡിംഗ് റൂൾസിൽ പറയുന്നുണ്ട്. ജനറൽ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ്, ഓപ്പൺ സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ആവശ്യമുള്ളതാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിന് വേണ്ടി വരും. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അതായത് ഒരു ഘടനാപരമായ സ്ഥിരത എന്ന് പറയും, കെട്ടിടത്തിൻ്റെ ഘടനാപരമായ സ്ഥിരത, അതൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ അതിന് പെർമിറ്റ് വേണം. പക്ഷേ ഇതൊന്നും വേണ്ട, ഫയർ സേഫ്റ്റി നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനറൽ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് ഈ പറയുന്ന പലതിനും വേണ്ട. അങ്ങനെയുള്ള സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കാര്യം പ്രശ്നമേ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് പെർമിറ്റോ നമ്മൾ പ്ലാൻ കൊടുത്ത് കാലതാമസമൊന്നും വരുത്തി കാത്തിരിക്കേണ്ട കാര്യമോ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഡോർ വെക്കുന്നതിന് പെർമിഷൻ വേണ്ട, നിങ്ങൾക്ക് വിൻഡോസ് വെക്കുന്നതിൻ്റെ പെർമിഷൻ വേണ്ട, നിങ്ങൾക്ക് വെൻറ്റിലേറ്റർ വെക്കുന്നതിന് പെർമിഷൻ വേണ്ട. ഇത് നീക്കം ചെയ്യാൻ, ഈ പറഞ്ഞതൊക്കെ വെക്കുന്നതിനും ഈ പറഞ്ഞതൊക്കെ നീക്കം ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ലോക്കൽ ബോഡികളുടെ പെർമിഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ കമ്മ്യൂണിക്കേഷൻ ഡോർസ് എന്ന് പറയും. അതായത് ഈ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതിനും വരുന്നതിനും നമ്മൾ വാതിലുകൾ വെക്കുമല്ലോ, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാനുള്ള വാതിലുകളൊക്കെ വെക്കുന്നത്, അതിനും നിങ്ങൾ പെർമിഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. അതേപോലെ പ്രൊവൈഡിങ് ഓർ റിമൂവിങ് പാർട്ടീഷൻ വിത്തൗട്ട് എനി സ്ട്രക്ചറൽ ആൾട്രേഷൻസ്, ഘടനാപരമായ ഒരു മാറ്റവും വേണ്ടതില്ലാത്ത ഒരു പാർട്ടീഷൻ എന്നുള്ളതാണ്. ഒരു മുറി രണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും പെർമിഷൻ എടുക്കേണ്ടതില്ല. ഒരു ചുമര് അങ്ങോട്ട് മാറ്റുന്നു, ഇല്ലെങ്കിൽ ചുമര് ഇങ്ങോട്ട് മാറ്റുന്നു എന്നുള്ളത് നമ്മൾ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ലാത്ത തരത്തിലുള്ള ഈ മാറ്റങ്ങൾ ഇൻറ്റേർണൽ ചേഞ്ചസ് ആണ്. ഇതിനൊന്നും നിങ്ങൾ പെർമിഷൻ വാങ്ങേണ്ടതില്ല. ഗാർഡനിങ് എക്സ്ക്ലൂഡിങ് പെർമനൻറ്റ് സ്ട്രക്ചർ എന്ന് പ്രത്യേകിച്ച് ബിൽഡിംഗ് റൂൾസിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു ഉദ്യാനം നിർമ്മിക്കാം, പക്ഷേ അതൊരു സ്ഥിരമായ നേച്ചർ ഉള്ളത് ആകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊന്നും വലുതായിട്ട് ഈ ചെറിയൊരു സ്ട്രക്ചറൽ ഒരു പെർമനൻറ്റ് നേച്ചറൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഉദ്യോഗസ്ഥരുടെ മിക്കവാറും വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കാറില്ല. ഇതിനൊന്നും എന്തായാലും വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഈ വൈറ്റ് വാഷ് ചെയ്യുന്നു, ഈ കളർ പെയിൻ്റൊക്കെ അടിക്കുന്നു, ഇതിനൊന്നും നിങ്ങൾ, അതായത് വെള്ളപൂശലൊക്കെ ഉണ്ടല്ലോ കെട്ടിടത്തിൽ, അതിനൊന്നും നമുക്ക് പെർമിഷൻ വേണ്ട. പെയിൻറ്റിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ പെർമിഷൻ എടുക്കേണ്ട. പെറ്റി റിപ്പയേഴ്സിന് നിങ്ങൾ എടുക്കേണ്ട. ഇപ്പം ചരിഞ്ഞ മേൽക്കൂരയുടെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ നമുക്ക് പ്ലാസ്റ്ററിങ് നടത്തേണ്ടി വരും. അതേപോലെ പാച്ച് വർക്ക് നടത്തേണ്ടി വരും. അങ്ങനെ കേടുപാട് തീർക്കലും തേച്ച് പിടിപ്പിക്കലും ഒക്കെ നടത്തില്ലേ, അതിനൊന്നും നമ്മൾ പെർമിഷൻ എടുക്കേണ്ടതില്ല. ഇൻറ്റീരിയർ ഡെക്കറേഷൻസിന് നമുക്ക് പെർമിഷൻ എടുക്കേണ്ടതല്ല. അത് വിത്തൗട്ട് സ്ട്രക്ചറൽ ആൾട്രേഷൻസ് എന്ന് പറയും. അതായത് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറൽ ആൾട്രേഷൻസ് അത് വരുത്തരുത്. അതിന് നമുക്കൊരു സ്ഥിരമായ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, അതിന് മാറ്റം വരുത്താതെ. മിക്കവാറും ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒന്നും അങ്ങനെ മാറ്റം വരുത്തുന്നതല്ല. അതുകൊണ്ട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ നിങ്ങൾക്ക് ആരുടെ പെർമിഷനും ഇല്ലാതെ നിങ്ങൾക്ക് നടത്താം എന്നുള്ളതല്ലൂ. പിന്നെ ചേഞ്ചിങ് ഓഫ് ലൊക്കേഷൻ, കെട്ടിടം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പ്ലോട്ടിലെ അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങൾ മാറ്റുന്നു, പെർമിറ്റൊക്കെ നിങ്ങൾ അപ്രൂവ്ഡായി കിട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നു എങ്കിൽ അതിനും നിങ്ങൾക്ക് പെർമിഷൻ എടുക്കേണ്ടതില്ല. കോമ്പൗണ്ട് വാൾ നോട്ട് അബട്ടിങ് ടു എ പബ്ലിക് സ്ട്രീറ്റ് എന്ന് പറയും. അതായത് ഒരു വഴിയിലേക്ക് അബട്ട് ചെയ്യാതെ ഉള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. അതിൻ്റെ മുമ്പിൽ, കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിന് മുമ്പിൽ ഒരു വഴി വരുന്നില്ല, പൊതുവായി ഒരു വഴി വരുന്നില്ലെങ്കിൽ ആ കോമ്പൗണ്ട് വാളിന് നിങ്ങൾക്ക് പെർമിഷൻ എടുക്കേണ്ടതില്ല. ഒരു വലിയ പുരയിടം ഉണ്ടെന്ന് നോക്കൂ, ആ പുരയിടത്തിൽ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് വാൾ കിട്ടണം. അതിൻ്റെ മുമ്പിൽ, ആ കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിന് മുമ്പിലായി ഒരു വഴിയും ഇല്ല എങ്കിൽ ആ കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിന് നിങ്ങൾ പെർമിഷൻ എടുക്കേണ്ടതില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും അതിനും വേണ്ടിയും ഈ പെർമിറ്റ് പ്ലാനും ഒക്കെ വരച്ചുകൊള്ളുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഇനിയുള്ളത്
നമ്മൾ പശുക്കളെ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ തൊഴുത്തൊക്കെ ഉണ്ടല്ലോ, 20 പശുക്കളെ വളർത്തുന്ന തൊഴുത്തിന് പെർമിഷൻ വേണ്ട എന്നുള്ളതാണ്. 50-ൽ കവിയാത്ത ആടുകളെ വളർത്തുന്ന ഒരു ഷെഡുണ്ടാക്കുന്നു, അതിന് പെർമിഷൻ വേണ്ട. കെട്ടിടമായാലും ആടുകൾ വളർത്തുന്നതിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പെർമിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. 1000-ൽ കവിയാത്ത പക്ഷികളെ വളർത്തുന്ന, ഇപ്പം പൗൾട്രി ഫാം പോലെ 1000 പൗൾട്രി ഫാം എന്നല്ല ഞാൻ പറയുന്നത്, 1000 പക്ഷികളെ വളർത്തുന്ന ഒരു കൂട്, 1000 പക്ഷികൾ കൂടരുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഇതിന് നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതില്ല. 1000 കവിയരുത് എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വരുമ്പോഴും അതിൻ്റെ ചുറ്റും 1.5 മീറ്ററോളം ഓപ്പൺ സ്പേസ് ഇട്ടിരിക്കണം. അതിൻ്റെ ചുറ്റും എന്നുള്ളത് ഓർത്തിരിക്കുക, 1.5 മീറ്ററോളം ഓപ്പൺ സ്പേസ് വേണം എന്നുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റൊക്കെ സ്ഥാപിച്ചിരിക്കണമെന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളതിനൊക്കെ ഇത്രയും നമ്പേഴ്സൊക്കെ വരുന്നത് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കണം ഉണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. നമ്മുടെ നാട്ടിലിപ്പോൾ കാർ പാർക്കിങ്ങിന് ധാരാളം സ്പേസ് കൊടുക്കാൻ ഇല്ലാത്ത ചില സ്ഥാപനങ്ങളുണ്ട്, ചില കെട്ടിടങ്ങൾ. പ്രത്യേകിച്ച് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് സിറ്റിക്കകത്ത് കാർ പാർക്കിംഗ് വേണം. പക്ഷേ ഈ കാർ പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തത് കൊണ്ട് യന്ത്രവൽകൃത കാർ പാർക്കിംഗ് സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പല സിറ്റികളിലും അത് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയുള്ളത് സ്ഥാപിക്കുകയാണെങ്കിൽ 10 മീറ്റർ വരെ ഉയരമുള്ള യന്ത്രവൽകൃത പാർക്കിംഗ് ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ അതിന് ചുറ്റും 1 മീറ്റർ ഓപ്പൺ സ്പേസ് വേണം. 10 മീറ്ററിൽ കൂടുതലുള്ള യന്ത്രവൽകൃത പാർക്കിംഗ് ആണെങ്കിൽ 1.5 മീറ്റർ വരെ ഓപ്പൺ സ്പേസ് വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, ഇതുപോലെ നമ്മൾ യന്ത്രവൽകൃത പാർക്കിംഗ് അല്ലാതെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസുകളുണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസുകൾക്ക് പെർമിറ്റിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏതിനൊക്കെ പെർമിറ്റ് വേണ്ട എന്നുള്ളതാണ് നിങ്ങളോട് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിച്ചത്. ഇതുപോലെ കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട, അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് റൂൾസ് ആയാലും പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ആയാലും KMBRഉം KPBRഉം, ഇത് രണ്ടിനെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.